Hello dear code learners, welcome to my YouTube channel Code Learner. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജാവയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പാക്കേജസ്. അതായത് പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഫോൾഡർ ഇൻ യുവർ സിസ്റ്റം. നിങ്ങൾ ആ ഫോൾഡറിനകത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം സേവ് ചെയ്യാറുണ്ട് ഒരു പർട്ടിക്കുലർ ഫോൾഡറിനകത്ത്. ഇതേപോലെ തന്നെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ തന്നെയാണ്. അതിനകത്ത് നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാം, അതിന്റെ ബേസിക് ഡെഫിനേഷൻ എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാക്കേജസ് ഉണ്ട്. അതായത് ബിൽറ്റ് ഇൻ പാക്കേജും ഉണ്ട്, യൂസർ ഡിഫൈൻഡ് പാക്കേജും ഉണ്ട്. നമ്മൾ സാധാരണ ഫംഗ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അങ്ങനെ രണ്ട് ടൈപ്പ് പാക്കേജ് എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിനൊരു പാക്കേജ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യുന്നുള്ള, ഒരു പ്രോഗ്രാമിനകത്തോട്ട് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഒരു പാക്കേജിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ക്ലാസ് എങ്ങനെ ഇമ്പോർട്ട് ചെയ്യും, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ ഇമ്പോർട്ട് java.io.star യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന്റെ പർപ്പസ് എന്താണ്, ആ ഇമ്പോർട്ട് കീവേഡിന്റെ പർപ്പസ് എന്താണെന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഫൈനലി നമ്മൾ ഒരു ജാവ പ്രോഗ്രാം, ഒരു പാക്കേജിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്തിട്ട് ഒരു പ്രോഗ്രാം എക്സാമ്പിൾ നമ്മൾ ചെയ്ത് നോക്കും. സോ ഫസ്റ്റ് ടോപ്പിക്, ഡിഫൈനിങ് പാക്കേജസ്. എ പാക്കേജ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ക്ലാസ്സസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ഫോൾഡർ പോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനകത്ത് പല ടൈപ്പ് ഫോൾഡേഴ്സ് നിങ്ങൾക്ക് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മ്യൂസിക് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും, വീഡിയോ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാവും. അപ്പോൾ മ്യൂസിക് ഫോൾഡറിനകത്ത് നിങ്ങൾ മ്യൂസിക് ഫയൽസ് മാത്രം, MP3 ഫയൽസ് മാത്രം ചെയ്യും, സ്റ്റോർ ചെയ്യും. വീഡിയോ ഫോൾഡറിനകത്ത് വീഡിയോ ഫയൽസ് മാത്രം സ്റ്റോർ ചെയ്യും. അതുപോലെ അതർ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ഫയലിനകത്ത് അല്ലെങ്കിൽ ഫോൾഡറിനകത്ത് സ്റ്റോർ ചെയ്യും. ഇതേപോലെ പാക്കേജ് എന്ന് പറഞ്ഞാൽ അതും ഒരു ഫോൾഡർ തന്നെയാണ്. പക്ഷെ നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട എല്ലാ ഫയൽസും അല്ലെങ്കിൽ എല്ലാ ക്ലാസ് ഫയൽസും ഒരു പർട്ടിക്കുലർ ഫോൾഡറിനെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റും. അതായത് പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ, നിങ്ങൾ ജാവ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്ക് എൻഡിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. അതിനകത്തോട്ട് ആ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലാസ് ഫയൽസും അതിനകത്തോട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് സേവ് ചെയ്യും. അതാണ് ഒരു പാക്കേജ്. അപ്പോൾ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ ഫോൾഡർ ഇൻ യുവർ സിസ്റ്റം. വിൻഡോസിലാണെങ്കിൽ ഫോൾഡർ, ലിനക്സിലാണെങ്കിൽ ഡയറക്ടറി നമ്മൾ വിളിക്കും. We use packages to avoid name conflicts and to write a better maintainable code. സാധാരണ പാക്കേജ് യൂസ് ചെയ്യുന്നത് നെയിം കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ്. നെയിം കോൺഫ്ലിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരേ പേരിലുള്ള 2-3 ക്ലാസ്സസ് വരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ടേബിൾ എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. ടേബിൾ സാധാരണ ഒരു വുഡൻ ടേബിൾ ആകാം, അല്ലെങ്കിൽ സാധാരണ നിങ്ങളൊരു ഡ്രോ ചെയ്യലിന് ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ടേബിൾ ആകാം. അപ്പോൾ അത് ഒരേ പേരിലായിരിക്കും ചിലപ്പോൾ ടേബിൾ എന്നുള്ള ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് രണ്ടും വേറെ വേറെ പാക്കേജിനകത്ത് അല്ലെങ്കിൽ വേറെ വേറെ ഫോൾഡറിനകത്ത് ആക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റും. ദെൻ സം ഓഫ് ദി എക്സിസ്റ്റിംഗ് പാക്കേജസ് ഇൻ ജാവ ആർ, ബേസിക് ആയിട്ടുള്ള രണ്ട് പാക്കേജാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. java.lang, അതായത് ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള ബേസിക് ക്ലാസ്സസ്. ഫോർ എക്സാമ്പിൾ ഇൻഡിജർ എന്നുള്ള ക്ലാസ് ഉണ്ട്, മാത്ത് എന്നുള്ള ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ബൂളിയൻ, ബൈറ്റ് ഇതുപോലുള്ള ക്ലാസ്സസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് java.lang എന്നുള്ള ബിൽറ്റ് ഇൻ പാക്കേജിനകത്താണ്. അതുപോലെ തന്നെ java.io, നിങ്ങൾ ഇമ്പോർട്ട് java.io.star യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാക്കേജിനകത്താണ്. ബേസിക് ആയിട്ടുള്ള രണ്ട് ബിൽറ്റ് ഇൻ പാക്കേജിന്റെ കേസ് പറഞ്ഞെന്നുള്ളൂ. പ്രോഗ്രാമേഴ്സ് ക്യാൻ ഡിഫൈൻ ദയർ ഓൺ പാക്കേജസ് ടു ബണ്ടിൽ ഗ്രൂപ്പ് ഓഫ് ക്ലാസ്സസ്. ഇത് കൂടാണ്ട് യൂസർ ഡിഫൈൻഡ് പാക്കേജസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പ്രോഗ്രാമറിന് ആ ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട്, ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ട പാക്കേജ് എന്ത് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് അതിന് എക്സാമ്പിൾ ചെയ്ത് നോക്കാം. സോ ബേസിക്കലി ദർ ആർ 2 ടൈപ്സ് ഓഫ് പാക്കേജസ്, യൂസർ ഡിഫൈൻഡ് പാക്കേജസ് ആൻഡ് ഇൻബിൽഡ് പാക്കേജസ്. നിങ്ങൾ ഫംഗ്ഷന്റെ കേസിൽ 2 ടൈപ്പ് ഫംഗ്ഷൻ പഠിച്ചു. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉണ്ട്, ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ഉണ്ട്, ഓർ ഇൻബിൽറ്റ് ഫംഗ്ഷൻസ് ഉണ്ട്. യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ യൂസർ ഡിഫൈൻഡ് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ്, യൂസറിന്റെ ആവശ്യത്തിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന പാക്കേജാണ് യൂസർ ഡിഫൈൻഡ് പാക്കേജ്. അതിനകത്തുള്ള ക്ലാസ്സസ് ഒക്കെ യൂസറാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇനി ഇൻബിൽറ്റ് പാക്കേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് കമ്പൈലറിൽ ഓൾറെഡി പ്രീ ഡിഫൈൻഡ് ആയിട്ട് വന്നിട്ടുള്ള പാക്കേജസ് ആണ് ഇൻബിൽറ്റ് ഓർ ബിൽറ്റ് ഇൻ പാക്കേജസ്. അതിന് എക്സാമ്പിൾ ആണ് ഇമ്പോർട്ട് java.io, അതുപോലെ util.scanner. സ്കാനർ എന്നുള്ള ക്ലാസ് നെയിം ആണ്. സോ യൂട്ടിൽ എന്നുള്ളത് ഒരു പാക്കേജ് ആണ്. ആ പാക്കേജിനകത്തുള്ള ഒരു ക്ലാസ് ആണ് സ്കാനർ. അതുപോലെ util.date, അങ്ങനെ ഇഷ്ടംപോലെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രം കാണിച്ചിട്ടുള്ളത് ജാവയിൽ യൂസ് ചെയ്യുന്ന ബിൽറ്റ് ഇൻ പാക്കേജസിന് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് ജാവയാണ് ബേസിക് പാക്കേജ്, ദെൻ java.lang, java.util, java.io, java.awt, java.net, java.applet. ഇതൊക്കെ ഓരോ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ്
പാക്കേജസ് ആണ്. ഇതിനകത്ത് കുറേ ക്ലാസ്സസ് ഡിഫൈൻഡ് ആണ്. പാക്കേജിനകത്താണ് ക്ലാസ് ഡിഫൈൻ ചെയ്യുക. ആ ക്ലാസ് ഒക്കെ നിങ്ങളുടെ പ്രോഗ്രാമിനകത്തോട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ആ ഓരോ ബിൽറ്റ് ഇൻ പാക്കേജിൻ്റെയും പർപ്പസ് എന്താണെന്നുള്ളതാണ് ഈ സ്ലൈഡിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വണ് java.lang. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള പാക്കേജ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാക്കേജിനകത്താണ്. java.lang. ഫോർ എക്സാമ്പിൾ ഇൻറ്റിജർ എന്നുള്ള ക്ലാസ്, ബൈറ്റ് എന്നുള്ള ക്ലാസ്, ബൂലിയൻ എന്നുള്ള ക്ലാസ്, മാത്ത് എന്നുള്ള ക്ലാസ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് java.lang എന്നുള്ള ഈ ഒരു പാക്കേജിനകത്താണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യണം നിർബന്ധമില്ല. ബൈ ഡിഫോൾട്ട് അത് ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ആയിക്കോളും. ഈ ഒരു പാക്കേജ് java.lang എന്നുള്ള പാക്കേജ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണം നിർബന്ധമില്ല. ഇതേപോലെ തന്നെ java.util ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് സ്കാനർ ക്ലാസ് യൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ കീബോർഡിൽ നിന്ന് ഒരു വാല്യൂ റീഡ് ചെയ്യാൻ സ്കാനർ ക്ലാസ് യൂസ് ചെയ്യുന്നുള്ളത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സ്കാനർ എന്നുള്ള ക്ലാസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാക്കേജിനകത്താണ്. അതേപോലെ തന്നെ സിസ്റ്റം ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഡേറ്റ് എന്നുള്ള ക്ലാസ്. ആ ക്ലാസ്സും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു യൂട്ടിലിറ്റി പാക്കേജിനകത്താണ്. അതുപോലെ മാത്ത് എന്നുള്ള ക്ലാസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു യൂട്ടിലിറ്റി പാക്കേജിനകത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്കാനർ ക്ലാസ്സോ അല്ലെങ്കിൽ ഡേറ്റ് ക്ലാസ്സോ ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു പാക്കേജ് ഫസ്റ്റ് നിങ്ങൾ പ്രോഗ്രാമിനകത്ത് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. ഇമ്പോർട്ട് java.util.scanner അല്ലെങ്കിൽ ഇമ്പോർട്ട് java.util.star ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേറ്റഡ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാക്കേജാണ് java.io. അതായത് സ്ട്രീം ക്ലാസസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ്. അതായത് ബഫേർഡ് റീഡർ, ഫയൽ റീഡർ പോലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പാക്കേജാണ് java.io. ദെൻ java.awt. awt മീൻസ് അബ്സ്ട്രാക്ട് വിൻഡോയിങ് ടൂൾ കിറ്റ് എന്ന് പറയും. അതായത് ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാസ്സസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാക്കേജിനകത്താണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു പ്രോഗ്രാമിനകത്ത് നിങ്ങൾക്ക് ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ എന്നൊരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യണം, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിനകത്തൊക്കെ ബട്ടൺസും ടെക്സ്റ്റ് ഫീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ യൂസർ എടുത്ത് എന്തെങ്കിലും വാല്യൂ റീഡ് ചെയ്യണം, ദെൻ അതിന്റെ ഔട്ട്പുട്ട് ടെക്സ്റ്റ് ഫീൽഡിനകത്ത് ഔട്ട്പുട്ട് ചെയ്ത് കാണിക്കണം. അപ്പോൾ അതുപോലുള്ള ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പാക്കേജാണ് java.awt. ദെൻ java.net ഉണ്ട്. അതായത് നെറ്റ്വർക്ക് റിലേറ്റഡ് പ്രോഗ്രാമിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ചാറ്റ് പ്രോഗ്രാം, രണ്ട് കമ്പ്യൂട്ടർ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട, സോക്കറ്റ് യൂസ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ലാസ്സസ് ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടുള്ള പാക്കേജാണ് java.net. ദെൻ java.applet ഉണ്ട്. അതായത് ആപ്ലെറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതായിരുന്നു. ആപ്ലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ജാവ പ്രോഗ്രാം തന്നെയാണ്, പക്ഷേ വെബ് ബ്രൗസറിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോഗ്രാമാണ് ജാവ പ്രോഗ്രാമാണ് ആപ്ലെറ്റ്. അപ്പോൾ ഇതിനകത്ത് java.applet ഈ ഒരു പാക്കേജിനകത്ത് ആപ്ലെറ്റ് എന്നുള്ളൊരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലെറ്റ് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് java.applet.star എന്ന് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ java.applet എന്നുള്ള ക്ലാസ്സിനെ യൂസ് ചെയ്യാം. ഇനി പാക്കേജ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് എങ്ങനെയെന്നുള്ളത് നോക്കാം. ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് പാക്കേജ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്. നിങ്ങൾ ജാവ പ്രോഗ്രാം ഇതുവരെ നിങ്ങൾ പഠിച്ച മെത്തേഡിനനുസരിച്ച് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതാറ്, ഇമ്പോർട്ട് java.io.star. അപ്പോൾ അതിന് പകരമായിട്ട് അതിന് തൊട്ട് മേലായിട്ട് നിങ്ങൾ ഈ ഒരു പാക്കേജ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. അതായത് പാക്കേജ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യുക, സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുക, ദെൻ അതിനുശേഷം നിങ്ങൾ പാക്കേജ് നെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ക്ലാസ് ഒക്കെ ഡിഫൈൻ ചെയ്യണ പോലെ തന്നെ ക്ലാസ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ക്ലാസ് നെയിം കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ പാക്കേജ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പാക്കേജ് നെയിം കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ആവും. അത് പ്രോഗ്രാം എക്സിക്യൂഷൻ ടൈമിലെ ഫോൾഡർ ക്രിയേറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യുമ്പോഴാണ് ആ ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആവുക. അപ്പോൾ ഈ ഒരു പാക്കേജ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം നിങ്ങളുടെ പ്രോഗ്രാമിനകത്തുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. ദർ ക്യാൻ ബി ഓൺലി വൺ പാക്കേജ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഈച്ച് സോഴ്സ് ഫയൽ. ഒരു ജാവ പ്രോഗ്രാമിനകത്ത് ഒരു പാക്കേജ് സ്റ്റേറ്റ്മെന്റേ പാടുള്ളൂ, കാരണം അതിനകത്ത് വരുന്ന എല്ലാ ക്ലാസ്സസും ആ ഒരു ഫോൾഡറിനകത്തോട്ടേ പോകാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ പാക്കേജ് സ്റ്റേറ്റ്മെന്റ് ഒരു പ്രോഗ്രാമിനകത്ത് വരാൻ പാടില്ല. അതുപോലെ തന്നെ പാക്കേജ് നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനകത്തുള്ള എല്ലാ ലെറ്റേഴ്സും നിങ്ങൾ സ്മോൾ ലെറ്ററിൽ തന്നെ കൊടുക്കാൻ നോക്കുക. അത് ബൈ കൺവെൻഷൻ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, കാരണം അതൊരു ക്ലാസിന്റെ നെയിമായിട്ട് കോൺഫ്ലിക്റ്റ് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. കാരണം ക്ലാസിന്റെ നെയിം നിങ്ങൾക്കറിയാം, ക്ലാസ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റലിലാണ് സ്റ്റാർട്ട് ചെയ്യുക. പക്ഷേ അപ്പോൾ ഇവിടെ നിങ്ങൾ പാക്കേജ് നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ രണ്ട് പ്രോഗ്രാം ആണുള്ളത്, ഒന്ന് cat.java ഉണ്ട്, അതുപോലെ elephant.java ഉണ്ട്. നമ്മൾ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് പ്രോഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ക്ലാസ് ഫയലാണ് കിട്ടുക അല്ലേ. അതായത് cat.class എന്നൊരു ഫയലും കിട്ടും, അതുപോലെ elephant.class എന്നുള്ള വേറൊരു ഫയലും കിട്ടും. പക്ഷെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം, ഈ രണ്ട് പ്രോഗ്രാമിന്റെയും ഡോട്ട് ക്ലാസ് ഫയൽസ് ഒരു സിംഗിൾ ഫോൾഡറിനകത്തോട്ട് കൊണ്ടുപോയി കോപ്പി ചെയ്യണം, അല്ലെങ്കിൽ സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പാക്കേജ് ആയിട്ട് ചെയ്യേണ്ടി വരും. അതായത് പാക്കേജ് ദെൻ അനിമൽസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അനിമൽസ് എന്ന് പേരുള്ള ഒരു പാക്കേജാണ് ക്രിയേറ്റ് ആവുക.
ആ പാക്കേജിനകത്ത് അല്ലെങ്കിൽ അനിമൽസ് എന്ന് പേരുള്ള ആ ഒരു ഫോൾഡറിനകത്ത് cat.class എന്നുള്ള ഫയൽ എന്തായും ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആകും പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ. പിന്നെ നിങ്ങൾ സാധാരണ പ്രോഗ്രാമിനകത്ത് ചെയ്യുന്ന പോലെ തന്നെ കാറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും, then ഈ രണ്ട് മെത്തേഡ് ഇൻവോക്ക് ചെയ്യും. അതിനകത്ത് കാര്യമായിട്ടൊന്നും ഡിസ്കസ് ചെയ്യണമെന്നില്ല. ഇതേപോലെ തന്നെ elephant.java എന്നുള്ള വേറെ രണ്ടാമത്തെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇതിൻ്റെയും സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നോക്കി പാക്കേജ് എന്നുള്ള കീവേഡ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്, ദെൻ അനിമൽസ് എന്നുള്ള ഒരു പാക്കേജ് നെയിം. അപ്പോൾ ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പാക്കേജും ഈ ഒരു പ്രോഗ്രാമിന്റെ പാക്കേജും ഒന്നാണ്. സോ ഈ പ്രോഗ്രാം കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും സെക്കൻഡ് പ്രോഗ്രാം കമ്പയർ ചെയ്ത് കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ഡോട്ട് ക്ലാസ് ഫയൽസ് ഈ ഒരു അനിമൽസ് എന്നുള്ള ഫോൾഡറിനകത്തായിരിക്കും സേവ് ആകുക. ഇനി ആ പ്രോഗ്രാംസ് കമ്പൈൽ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ഇതാണ്, javac -d ഡോട്ട് ഫസ്റ്റ് ഫയൽ നെയിം പറഞ്ഞു കൊടുക്കുക cat.java. ഇതിന്റെ മീനിങ് എന്താ വെച്ചാൽ javac എന്നുള്ളത് കമ്പൈൽ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, കമാൻഡ് ആണ്. ദെൻ -d മീൻസ് ഡെസ്റ്റിനേഷൻ, ഡോട്ട് മീൻസ് കറന്റ് ഡയറക്ടറി. അതായത് ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ഡോട്ട് ക്ലാസ് ഫയൽ ക്രിയേറ്റ് ആകും അല്ലേ, അതായത് cat.class എന്നുള്ള ഒരു ഫയൽ ക്രിയേറ്റ് ആകും. ആ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു പാക്കേജിനകത്ത് വേണം ക്രിയേറ്റ് ചെയ്യാൻ. പാക്കേജിന്റെ പേര് അനിമൽസ് എന്നാണ് നമ്മൾ പ്രോഗ്രാമിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അനിമൽസ് എന്ന് പേരുള്ള ഒരു ഫോൾഡർ അവിടെ ക്രിയേറ്റ് ആകും. ആ ഫോൾഡറിനകത്ത് വേണം എന്ത് സ്റ്റോർ ചെയ്യാൻ, cat.class എന്നുള്ള ക്ലാസ് ഫയൽ സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ ആ പാക്കേജ് എവിടെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ ഡെസ്റ്റിനേഷൻ ആണ് നിങ്ങൾ -d എന്നുള്ള ഓപ്ഷൻ പറഞ്ഞു കൊടുക്കുന്നത്. സോ -d മീൻസ് ഡെസ്റ്റിനേഷൻ, ഡോട്ട് മീൻസ് കറന്റ് ഡയറക്ടറി. അപ്പോൾ കറന്റ് ഡയറക്ടറിയിൽ ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം, അനിമൽസ് എന്ന പേരുള്ള ഒരു പാക്കേജ് അല്ലെങ്കിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. അതിനകത്ത് cat.class എന്നുള്ള ഫയൽ കൊണ്ട് സേവ് ചെയ്യണം. ഇതേപോലെ തന്നെ elephant.class എന്നുള്ള ഫയലും ആ സെയിം ഡയറക്ടറിക്കകത്ത് തന്നെ എന്ത് ചെയ്യണം, ഫോൾഡറിനകത്ത് തന്നെ സേവ് ചെയ്യണം. ഇനി ഇത് റൺ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ജാവ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. ദെൻ പാക്കേജ് നെയിം ഡോട്ട് ക്ലാസ് നെയിം, ഇവിടെ ക്ലാസ് നെയിം cat.class എന്നാണ്. സോ ക്ലാസ് നെയിം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ പാക്കേജ് നെയിമും പറഞ്ഞു കൊടുക്കണം, ഈ പാക്കേജിനകത്തുള്ള അല്ലെങ്കിൽ ഈ ഫോൾഡറിനകത്തുള്ള കാറ്റ് എന്നുള്ള ക്ലാസ്. If a class wants to use another class in same package, the package name does not need to be used. അതായത് നിങ്ങളൊരു പാക്കേജിനകത്തുള്ള വേറൊരു ക്ലാസ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആ പാക്കേജ് നെയിം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ പേറോൾ എന്നുള്ളൊരു പാക്കേജ് ആണ് ഇവിടെ ക്രിയേറ്റ് ആവുക. ഈ പ്രോഗ്രാം എക്സിക്യൂട്ട് ആകുമ്പോൾ അതിനകത്ത് ബോസ് എന്നുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ബോസ് ഡോട്ട് ക്ലാസ് എന്നുള്ള ഒരു ഫയല് പേറോൾ എന്നുള്ള ഫോൾഡറിനകത്ത് അല്ലെങ്കിൽ പാക്കേജിനകത്ത് സേവ് ആകും. ഇനി സെയിം പാക്കേജിനകത്ത് തന്നെ നമുക്ക് എംപ്ലോയി എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടെന്ന് കരുതുക, എംപ്ലോയി ഡോട്ട് ജാവ അല്ലെങ്കിൽ എംപ്ലോയി ഡോട്ട് ക്ലാസ് എന്നൊരു ക്ലാസ് ഫയൽ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാക്കേജ് നെയിം സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല, അതായത് പേറോൾ ഡോട്ട് എംപ്ലോയി എന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം ഇത് രണ്ടും ഒരേ ക്ലാസ്സിന് ഒരേ പാക്കേജിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ക്ലാസ് നെയിം യൂസ് ചെയ്യാം. സപ്പോസ് വാട്ട് ഹാപ്പൻസ് ഇഫ് ദ എംപ്ലോയി ക്ലാസ് ഈസ് നോട്ട് ഇൻ ദ പേറോൾ പാക്കേജ്, അതായത് ആ എംപ്ലോയി എന്നുള്ള ക്ലാസ് പേറോൾ എന്നുള്ള പാക്കേജിൽ അല്ലെങ്കിൽ പുറത്തുള്ളൊരു പാക്കേജ് വേറൊരു പാക്കേജിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള മെത്തേഡ് എന്താണ്? സോ യു ഹാവ് ടു യൂസ് വൺ ഓഫ് ദീസ് മെത്തേഡ്സ്. അതിൽ ഫസ്റ്റ് മെത്തേഡ് പറയുന്നത് ദ ഫുള്ളി ക്വാളിഫൈഡ് നെയിം ഓഫ് ദി ക്ലാസ് ക്യാൻ ബി യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ പാക്കേജ് നെയിം ഡോട്ട് എംപ്ലോയി, അതായത് വേറൊരു പാക്കേജിനകത്ത് ആണ് എംപ്ലോയി എന്നുള്ള ക്ലാസ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ ആ പാക്കേജ് നെയിം പറഞ്ഞു കൊടുക്കണം, ദെൻ ആ ഒരു ക്ലാസിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് ആ ഒരു പാക്കേജിനകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും നിങ്ങളെ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അതാണ് ഇതിന്റെ മീനിങ്. അപ്പോൾ ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഒരു പാക്കേജിനകത്തുള്ള ഒരു പർട്ടിക്കുലർ ക്ലാസ് അല്ലെങ്കിൽ ആ പാക്കേജിനകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും നിങ്ങൾ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്യുക. നിങ്ങൾ സി പ്രോഗ്രാമിനകത്ത് ഹാഷ് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുണ്ടായിരിക്കും, ഹാഷ് ഇൻക്ലൂഡ് ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ഈക്വലന്റ് ആയിട്ട് ജാവയിൽ യൂസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ട്. സോ ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നിങ്ങളുടെ പാക്കേജിനെ അല്ലെങ്കിൽ ക്ലാസ്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത് ഇറ്റ് ഷുഡ് ബി റിട്ടേൺ ആഫ്റ്റർ ദ പാക്കേജ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു പാക്കേജ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കണം പ്രോഗ്രാമിനകത്തുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുക. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങളെ ക്ലാസ് ഡെഫിനിഷൻസ് എഴുതുക. ക്ലാസ് ദെൻ ക്ലാസ് നെയിം കൊടുത്തിട്ട് ക്ലാസ് ഡെഫിനിഷൻ എഴുതുക. അപ്പോൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇവിടെ ഇത് നോക്കുക, ഇതിനകത്ത് ഇമ്പോർട്ട് പാക്കേജിന്റെ പേര് പറഞ്ഞു കൊടുക്കാം. ഒരു പർട്ടിക്കുലർ പാക്കേജ് നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇമ്പോർട്ട് ജാവ ഡോട്ട് IO ഡോട്ട് സ്റ്റാർ. ഇതിന്റെ മീനിങ് എന്താണ്? ജാവ എന്നുള്ള പാക്കേജിനകത്ത് IO എന്നുള്ള സബ് പാക്കേജിനകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും. അപ്പോൾ ഡോട്ട് സ്റ്റാർ മീൻസ് കംപ്ലീറ്റ്, ഓൾ എന്നുള്ള മീനിങ് ആണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ക്ലാസ് പാക്കേജിനകത്തുള്ള ഒരു സിംഗിൾ ക്ലാസ് മാത്രം ഇമ്പോർട്ട് ചെയ്താൽ മതിയുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കേസിൽ കംപ്ലീറ്റ് ക്ലാസ്സസും വരും. പക്ഷേ നിങ്ങൾക്ക് ഒരു ക്ലാസ് മാത്രം മതിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ മതി, ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് ഡേറ്റ്. അതായത് യൂട്ടിലിറ്റി പാക്കേജിനകത്തുള്ള ഡേറ്റ് എന്നുള്ള ക്ലാസ് മാത്രമേ നിങ്ങൾ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ആവുള്ളൂ.
അപ്പോൾ ആ ഒരു സിൻടാക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് ഇമ്പോർട്ട് എന്നുള്ള കീവേഡ് ഉണ്ട്, ദെൻ ഫസ്റ്റ് പാക്കേജ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു കേസിൽ ജാവ എന്നുള്ളതാണ് ഇവിടുത്തെ പാക്കേജ് 1. ദെൻ ഡോട്ട് സിമ്പിൾ, അതാണ് ഈ ഡോട്ട് സിമ്പിൾ. ഇത് ഓപ്ഷണൽ ആണ്, ചില കേസിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ് ചെയ്യാം ഡോട്ട് ഇല്ലാണ്ട്. പാക്കേജ് 2 അതായത് IO സബ് പാക്കേജ് ആണ്. ദെൻ ഡോട്ട് സ്റ്റാർ, ഒന്നുകിൽ ഡോട്ട് സ്റ്റാർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ക്ലാസ് നെയിം യൂസ് ചെയ്യാം. So all of the standard Java classes are stored in a package called Java. അപ്പോൾ നിങ്ങൾക്കറിയാം ജാവയിൽ എല്ലാ ബിൽറ്റ് ഇൻ പാക്കേജസും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇമ്പോർട്ട് ജാവ ഡോട്ട് എന്നിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബേസിക് പാക്കേജ് എന്ന് പറഞ്ഞാൽ ജാവയാണ്, അതിലാണ് ബാക്കിയുള്ള സബ് പാക്കേജസ് അല്ലെങ്കിൽ സബ് ഫോൾഡേഴ്സ് എല്ലാം വരുന്നത്. പിന്നെ ഇതിനകത്ത് ഒരു ബിൽറ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് എന്നുള്ളൊരു ജാവ ഡോട്ട് ലാംഗ് എന്നുള്ളൊരു പാക്കേജ് ഉണ്ട്. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു, ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ ക്ലാസ്സസും ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാക്കേജിനകത്താണ്. ഇനി ഇമ്പോർട്ട് കീവേഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇമ്പോർട്ട് ജാവ ഡോട്ട് യൂട്ടിൽ ഡോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്ടിൽ എന്നുള്ള പാക്കേജിനകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും, അതാണ് മീനിങ്. സോ യു ക്യാൻ യൂസ് ക്ലാസ് മൈ ഡേറ്റ്, യൂസർ ഡിഫൈൻഡ് ക്ലാസ് നെയിം ആണ്, വിച്ച് എക്സ്റ്റെൻസ് ഡേറ്റ്. അതായത് ഈ ഒരു ഡേറ്റ് എന്നുള്ള ഒരു ബേസ് ക്ലാസ് ഉണ്ട്, അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു പാക്കേജിനകത്താണ്. അത് എക്സ്റ്റെൻഡ് ചെയ്യണം, അതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം, അതായത് അതിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യണം ഈ ഒരു ക്ലാസ്, അതാണ് അതിന്റെ മീനിങ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഒരു ഡേറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൊടുക്കേണ്ടി വരും. ജാവ എന്നുള്ള പാക്കേജിനകത്ത് യൂട്ടിൽ എന്നുള്ള സബ് പാക്കേജിനകത്തുള്ള ഡേറ്റ് എന്നുള്ള ക്ലാസ്, അതാണ് അതിന്റെ മീനിങ്. ഇനി വിത്തൗട്ട് യൂസിങ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് രണ്ട് പ്രോഗ്രാം ഉണ്ട്, എ ഡോട്ട് ജാവയുണ്ട്, ബി ഡോട്ട് ജാവയുണ്ട്. പാക്കേജ് പാക്ക് 1, ഇതൊരു ഈ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ എ ഡോട്ട് ക്ലാസ് എന്നുള്ള ആ ഒരു ക്ലാസ് ഫയൽ പാക്ക് 1 എന്നുള്ള ഫോൾഡറിനകത്താവും സേവ് ആകുക. ഈ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ എന്താണ് ബി ഡോട്ട് ക്ലാസ് എന്നുള്ള ഫയൽ പാക്ക് 2 എന്നുള്ള ഫോൾഡറിനകത്താവും സേവ് ആകുക. അപ്പോൾ ഇവിടെ രണ്ട് ഫോൾഡറിലായിട്ട് ഓരോ ക്ലാസ് ഫയൽസ് ഉണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് പ്രോഗ്രാമിനകത്ത് ഫസ്റ്റ് ഫോൾഡറിനകത്തുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് പാക്കേജിനകത്തുള്ള ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ക്ലാസിന്റെ ഓബ്ജക്റ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്, അതായത് വേറൊരു പ്രോഗ്രാമിനകത്ത്. സോ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതായത് വിത്തൗട്ട് യൂസിങ് ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്, ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും യൂസ് ചെയ്യാണ്ട് നിങ്ങൾക്ക് ഈ ഒരു പാക്കേജ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം പാക്കേജിന്റെ പേര് പറഞ്ഞു കൊടുക്കണം, ദെൻ ക്ലാസ് നെയിം. ഇവിടെ പാക്ക് 1 എന്നുള്ള പാക്കേജിനകത്തുള്ള എ എന്നുള്ള ക്ലാസ് ആണ് യൂസ് ചെയ്യുന്നത്, അതിന്റെ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്തിട്ട് ഇതിനകത്തുള്ള MSG മെത്തേഡാണ് ഇൻവോക്ക് ചെയ്യുന്നത്, കോൾ ചെയ്യുന്നത്, അത് ഓക്കെയാണ്. ദെൻ സി എന്നുള്ള ഒബ്ജക്റ്റ് ആ ഒരു വേരിയബിളിന്റെ വാല്യൂ ആണ് പ്രിന്റ് ചെയ്യുന്നത്, അത് പബ്ലിക് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സോ വി ക്യാൻ ആക്സസ് ദാറ്റ് വേരിയബിൾ ഫ്രം എനിവർ ഇൻ അതർ പ്രോഗ്രാം. അപ്പോൾ അതിവിടെ പ്രിന്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് ഡിയുടെ വാല്യൂം എയുടെ വാല്യൂം പ്രിന്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അത് ഡി എന്നുള്ളത് പ്രൊട്ടക്റ്റഡ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, എ എന്നുള്ളത് പ്രൈവറ്റ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം പ്രൈവറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ അത് ക്ലാസ്സിനകത്ത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊട്ടക്റ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ വേറെ പാക്കേജിനകത്ത് ആക്സസ് ചെയ്യാം, പക്ഷേ അത് ഇൻഹെറിറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സിനകത്തായിരിക്കണം. ഇവിടെ ഇൻഹെറിറ്റ് ഒന്നും ചെയ്യാത്ത വേറൊരു പാക്കേജിനകത്താണ് ഇത് ആക്സസ് ചെയ്യാൻ നോക്കുന്നത്. സോ ഡി ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ അത് എറർ കാണിക്കും. ഇനി ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ഇമ്പോർട്ട് പാക്ക് 1 ഡോട്ട് സ്റ്റാർ, അതായത് പാക്ക് 1-നകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം, അതാണ് അതിന്റെ മീനിങ്. സോ യു ക്യാൻ ഡയറക്ട്ലി യൂസ് ദാറ്റ് ക്ലാസ് നെയിം എ OBJ, അല്ലാണ്ട് പാക്ക് 1 ഡോട്ട് OBJ എന്ന് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി യൂസിങ് ഇമ്പോർട്ട് പാക്കേജ് ഡോട്ട് ക്ലാസ് നെയിം ഇങ്ങനെ യൂസ് ചെയ്യാൻ വേണമെങ്കിൽ, അതായത് ഇമ്പോർട്ട് പാക്ക് 1 ഡോട്ട് എ, നേരത്തെ നമ്മൾ പാക്ക് 1 ഡോട്ട് സ്റ്റാർ ചെയ്യുന്നതിന് പകരമായിട്ട് പാക്ക് 1 ഡോട്ട് എ, ഈ പാക്ക് 1-നകത്തുള്ള എ എന്നുള്ള ക്ലാസ് മാത്രം, അങ്ങനെയും യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാനുള്ളത്, പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഡെവലപ്പ് എ ജാവ പ്രോഗ്രാം നെയിംഡ് പ്രൈം പാക്കേജ്. പ്രൈം പാക്കേജ് എന്നുള്ള ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിനുള്ള ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കണം, പാക്കേജ് പ്രൈം പാക്കേജ് ആൻഡ് വിത്ത് എ ക്ലാസ് പ്രൈം. അതിനകത്ത് പ്രൈം എന്ന് പേരുള്ള ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, കണ്ടെയ്നിങ് എ സ്റ്റാറ്റിക് മെത്തേഡ് ദാറ്റ് ചെക്ക് വെദർ എ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട് ആൻഡ് റിട്ടേൺസ് ദാറ്റ് ഇൻഫർമേഷൻ. അപ്പോൾ ഈ പ്രൈം എന്നുള്ള ക്ലാസ്സിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണം, ഒരു നമ്പർ പ്രൈം ആണോ അല്ലെന്ന് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഒരു മെത്തേഡ് വേണം. ദാറ്റ് മെത്തേഡ് ഷുഡ് ബി സ്റ്റാറ്റിക് മെത്തേഡ്. ആ മെത്തേഡ് ഒന്നെങ്കിൽ പ്രൈം ആണെങ്കിൽ പ്രൈം എന്നുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനുള്ള നോട്ട് പ്രൈം എന്നുള്ള ഒരു കറസ്പോണ്ടിങ് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഇനി നിങ്ങൾ ഒരു സെക്കൻഡ് പ്രോഗ്രാമിനകത്തോട്ട് എന്ത് ചെയ്യണം, ഈ ഒരു പ്രൈം എന്നുള്ള ക്ലാസ്സിനെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഈ ഒരു മെത്തേഡ് പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാനുള്ള മെത്തേഡ് ഇൻവോക്ക് ചെയ്യണം. അപ്പോൾ ഈ പ്രോഗ്രാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഒരു പ്രൈം പാക്കേജ് എന്നുള്ള പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം, അതിനകത്ത് പ്രൈം എന്നുള്ള ഒരു ക്ലാസ് ഫോം ചെയ്യണം, അതിനുള്ളിൽ
പ്രൈം നമ്പർ ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം, ഒരു സ്റ്റാറ്റിക് മെത്തേഡ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്ന് പ്രോഗ്രാം ഒന്ന് ചെയ്ത് നോക്കാം. സോ പാക്കേജ് നെയിം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ പാക്കേജ് പ്രൈം പാക്കേജ് ദെൻ അതിനുള്ളിൽ ഒരു പ്രൈം എന്നുള്ള ഒരു ക്ലാസ് ഡിഫൈൻ ചെയ്യണം. ദെൻ ഒരു നമ്പർ പ്രൈം ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. സോ പബ്ലിക് സ്റ്റാറ്റിക് മെത്തേഡായിട്ടാണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതിനൊരു റിട്ടേൺ ടൈപ്പ് കൊടുക്കാം. അതായത് നമ്പർ പ്രൈം ആണെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ റിട്ടേൺ ചെയ്യാം, പ്രൈം അല്ലെങ്കിൽ വേറൊരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യാം. സോ ചെക്ക് പ്രൈം എന്നായിരിക്കാം നമ്മളെ ഫംഗ്ഷൻ്റെ പേര്. ഇത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്, യൂസറിന് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം, ചെക്ക് പ്രൈം. ഇതൊരു ആർഗ്യുമെൻറ്റ് റിസീവ് ചെയ്യണം, കാരണം ഈ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ ഒരു നമ്പർ പാസ് ചെയ്തിരിക്കണം, ആ നമ്പർ ആയിരിക്കണം നമുക്ക് ഇതിനുള്ളിൽ ചെക്ക് ചെയ്യേണ്ടത്. സോ റിട്ടേൺ ടൈപ്പ് ഇൻറ്റ്, ഇവിടെ വരുന്ന ആർഗ്യുമെൻറ്റിൻ്റെ പേര് നം. പിന്നെ എനിക്കറിയാം ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ ചെക്ക് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ആ നമ്പറിനെ 2 മുതൽ ആ നമ്പർ ബൈ 2 വരെ ഉള്ള നമ്പേഴ്സുകളെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഡിവിഷനിൽ റിമൈൻഡർ 0 വരികയാണെങ്കിൽ നമുക്ക് പ്രോഗ്രാം അവിടെ സ്റ്റോപ്പ് ചെയ്യാം, എന്നിട്ട് പറയാം അത് പ്രൈം അല്ല എന്നുള്ളത്. ഇനി അതല്ല n/2 വരെ പോയിട്ടും നമ്പർ ബൈ 2 വരെ പോയിട്ടും നിങ്ങൾക്ക് ഡിവിഷനിൽ 0 റിമൈൻഡർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് മീനിങ് എന്താണ്, ആ നമ്പർ പ്രൈം ആണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 2 മുതൽ ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് i എന്നുള്ള ഒരു വേരിയബിൾ യൂസ് ചെയ്തിട്ട് 2 വെച്ച് ഇനീഷ്യലൈസ് ചെയ്യാം. ഇനി നമുക്കൊരു ലൂപ്പ് യൂസ് ചെയ്യണം. സോ വൈൽ ഐൻ്റെ വാല്യൂ 2 മുതൽ ഏതുവരെ പോകണം, നമ്പർ ബൈ 2 വരെ പോകണം. ഇതിനുള്ളിൽ നമുക്ക് ആ നമ്പർ പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ലോജിക്ക് എഴുതണം. സോ ഇഫ് ദാറ്റ് നമ്പർ മോഡ് ഐ, അതായത് ഓരോ ഇറ്ററേഷനും ഐൻ്റെ വാല്യൂ മാറിക്കൊണ്ടേയിരിക്കും, ദാറ്റ്സ് ഈക്വൽസ് 0 ആണെങ്കിൽ നമുക്ക് പ്രോഗ്രാം അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം, ബ്രേക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഐൻ്റെ വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യണം. സോ i പ്ലസ് ഈക്വൽ ടു 1 ഓർ i പ്ലസ് പ്ലസ് അല്ലെങ്കിൽ i ഈക്വൽ ടു i പ്ലസ് 1 എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ ലൂപ്പ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. എപ്പോഴെങ്കിലും റിമൈൻഡർ 0 വരികയാണെന്നെങ്കിൽ പ്രോഗ്രാം അവിടെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാം, ഇഫ് ഈ ഐട്രേഷന്, അതായത് ഐൻ്റെ വാല്യൂ നമ്പർ 2 വരെ പോയോ എന്ന് നോക്കാം. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തിട്ടും റിമൈൻഡർ 0 വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്പർ 2 വരെ പോയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്, അത് പ്രൈം ആണെന്നാണ്. അപ്പോൾ നമ്മളിവിടെ റിട്ടേൺ ടൈപ്പ് ഇൻ്റ് ആണ് കൊടുത്തുള്ളത്, നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ ഇവിടുന്ന് റിട്ടേൺ ചെയ്യാം. സോ റിട്ടേൺ 1 കൊടുക്കാം, അല്ലെങ്കിൽ റിട്ടേൺ 0 കൊടുക്കാം. അതിൻ്റെ മീനിങ് എന്താണ്, 1 റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് പ്രൈം ആണ്, 0 റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ അത് പ്രൈം അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളെ പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ഫംഗ്ഷനെ ഇവിടെ ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് നമ്മളെ മെയിൻ ഫംഗ്ഷൻ വേണം. സോ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ, ഇതിനുള്ളിൽ കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ് പറഞ്ഞു കൊടുക്കുക, സ്ട്രിങ് ആർഗ്സ്. നമുക്ക് ഇതിന് ഫംഗ്ഷനുള്ളിൽ കാര്യമായിട്ട് ലോജിക്ക് ഒന്നും എഴുതാനൊന്നുമില്ല, കാരണം നമ്മളെ മെയിൻ ലോജിക്ക് വരുന്നത് ഇവിടെയാണ്, അതായത് പ്രൈം ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള ലോജിക്ക്. നമുക്ക് ഈ പ്രോഗ്രാം സേവ് ചെയ്യാം. സേവ് ചെയ്യുമ്പോൾ ഇതേ ക്ലാസിൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം ഫയൽ നെയിം. സോ സേവ് ചെയ്യാം. തൽക്കാലം നമുക്ക് ഡെസ്ക്ടോപ്പിൽ സേവ് ചെയ്യാം, prime.java. പ്രോഗ്രാം സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് ഒരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം, വേറൊരു ജാവ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യണം. ഈ പ്രോഗ്രാമിനകത്ത് നിന്ന് എന്ത് ചെയ്യണം, ഫസ്റ്റ് പ്രോഗ്രാമിനകത്തുള്ള ഈ ഒരു ചെക്ക് പ്രൈം എന്നുള്ള മെത്തേഡിനെ കോൾ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം, ഇതും ആ സെയിം പാക്കേജിനകത്ത് തന്നെ ആയിരിക്കണം, അതായത് ഈ പാക്കേജിനകത്ത് തന്നെ ആയിരിക്കണം ഈ പ്രോഗ്രാമിൻ്റെ ക്ലാസ് ഫയലും സേവ് ചെയ്യേണ്ടത്. സോ പാക്കേജ് പ്രൈം പാക്കേജ്. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു പാക്കേജിനെ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാമിനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ ഈ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, രണ്ടാമത്തെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിനെ രണ്ടാമത്തെ പ്രോഗ്രാമിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇമ്പോർട്ട് പ്രൈം പാക്കേജ് ഡോട്ട് സ്റ്റാർ, അതിന് മീനിങ് എന്താണ്, പ്രൈം പാക്കേജ് എന്നുള്ള ക്ലാസ്സിനകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും, പ്രൈം പാക്കേജ് എന്നുള്ള പാക്കേജിനകത്തുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും. അപ്പോൾ ഇവിടെ ആകെ ഒരു ക്ലാസ് മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ, ഇതുപോലെ എത്ര ക്ലാസ് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, പക്ഷേ നമുക്ക് ഒരു ക്ലാസ്സിന് ആവശ്യമേ ഉള്ളൂ. സോ പ്രൈം പാക്കേജ് ഡോട്ട് സ്റ്റാർ എന്ന് കൊടുക്കുക. ഇനി നമുക്കൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യാം. സോ ക്ലാസ് ടെസ്റ്റ് കൊടുക്കും, തൽക്കാലം ടെസ്റ്റ്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളെ മെയിൻ ഫംഗ്ഷൻ എഴുതാം, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ സ്ട്രിങ് ആർഗ്സ്. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഫസ്റ്റ് പ്രോഗ്രാമിനകത്തുള്ള ഈ ഒരു ഫംഗ്ഷനെയാണ് കോൾ ചെയ്യേണ്ടത്. അതൊരു ഇൻറ്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട് അല്ലേ. സോ ആ വാല്യൂ റിസീവ് ചെയ്യാൻ ഈ എക്സ് എന്നുള്ള ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു, ഈ ഫംഗ്ഷൻ എന്താണ്, ചെക്ക് പ്രൈം എന്നാണ് ഫംഗ്ഷൻ്റെ പേര്. സോ ചെക്ക് പ്രൈം ഓഫ്, അത് എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്,
ഇത് വന്നിട്ടുള്ളത് ഈ ഒരു പ്രൈം എന്നുള്ള ക്ലാസ്സിനകത്തു നിന്നാണ് വന്നിട്ടുള്ളത്. സോ പ്രൈം ഡോട്ട് ചെക്ക് പ്രൈം ഓഫ്, നിങ്ങൾക്ക് എന്ത് നമ്പറാണോ ചെക്ക് ചെയ്യേണ്ടത് അത് ആർഗ്യുമെൻ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക. തൽക്കാലം നമുക്ക് 29 പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 29 എന്ത് ചെയ്യും, ഈ പ്രോഗ്രാമിനകത്തുള്ള നമ്മുടെ വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ആകും. സോ ചെക്ക് പ്രൈം ഓഫ് 29 ഫംഗ്ഷൻ കോൾ ചെയ്തു. ഇനി ഇവിടെ വരുന്ന വാല്യൂ, എക്സിൻ്റെ വാല്യൂ എന്താണെന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സോ എക്സ് ഈക്വൽസ് 1 ആണ് വരുന്നതെങ്കിൽ, അതായത് ഇവിടുന്ന് റിട്ടേൺ ചെയ്യുന്നത് 1 ആണെങ്കിൽ അതിന് മീനിങ് എന്താണ്, അത് പ്രൈം ആണെന്നാണ്. സോ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് println ഓഫ് ഇറ്റ് ഈസ് പ്രൈം എന്ന് പറഞ്ഞ് പ്രിൻ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് നോട്ട് പ്രൈം എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യിക്കണം. ഇറ്റ് ഈസ് നോട്ട് പ്രൈം എന്ന് പറഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്യണം. ഇനി ഈ പ്രോഗ്രാം സേവ് ചെയ്യാം. അത് ടെസ്റ്റ് ഡോട്ട് ജാവ എന്നുള്ള പേരിൽ നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാം. സോ Ctrl+C Ctrl+S, ഡെസ്ക്ടോപ്പിൽ തന്നെ നമുക്ക് സേവ് ചെയ്യാം. സോ ടെസ്റ്റ് ഡോട്ട് ജാവ, അത് അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പ്രൈം ഡോട്ട് ജാവ ഇവിടെ ഓൾറെഡി കിടക്കുന്നുണ്ട്. ഇപ്പോൾ ടെസ്റ്റ് ഡോട്ട് ജാവ എന്നുള്ള രണ്ടാമത്തെ പ്രോഗ്രാമുമായി. ഇനി നമുക്ക് ഈ ഫസ്റ്റ് പ്രോഗ്രാം ആദ്യം കമ്പൈൽ ചെയ്യാം, കാരണം ഇതിനകത്തുള്ള ഈ പ്രൈം എന്നുള്ള ക്ലാസ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് ഫസ്റ്റ് കമ്പൈൽ ചെയ്യാം. സോ കമാൻഡ് പ്രോംപ്റ്റിലോട്ട് പോകാം, ഡെസ്ക്ടോപ്പിലോട്ട് സ്വിച്ച് ചെയ്യാം. സോ ജാവ സി പ്രൈം ഡോട്ട് ജാവ കമ്പൈൽ ചെയ്യാം. സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇത് കമ്പൈൽ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ക്ലാസ് ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ ക്ലാസ് ഫയൽ ഇവിടെ അല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്, നമുക്കൊരു പാക്കേജിനകത്ത് കൊണ്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അത് നമുക്ക് തൽക്കാലം ഇവിടെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതൊന്നും കൂടി കമ്പൈൽ ചെയ്യാം. ഇവിടെ കമ്പൈൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു -d ഓപ്ഷൻ കൊടുക്കണം. ആ പാക്കേജ് എവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. സോ ജാവ സി -d കറൻറ്റ് ഡയറക്ടറിയിൽ, -d പറഞ്ഞ ഡെസ്റ്റിനേഷന്, ദെൻ കറൻറ്റ് ഡയറക്ടറിയിൽ എന്ത് ചെയ്യണം, ഒരു പാക്കേജ്, പ്രൈം പാക്കേജ് എന്നുള്ള പാക്കേജ് ക്രിയേറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ വേണം പ്രൈം ഡോട്ട് ക്ലാസ് എന്നുള്ള ഫയൽ സേവ് ചെയ്യാൻ. എൻ്റർ കീ അടിക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്കിവിടെ പ്രൈം പാക്കേജ് എന്നുള്ളൊരു ഫോൾഡർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്, ഒരു പാക്കേജ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്, ആ പ്രൈം ഡോട്ട് ക്ലാസ് എന്നുള്ള ഫയൽ അവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ രണ്ടാമത്തെ പ്രോഗ്രാമും കമ്പൈൽ ചെയ്യാം. ജാവ സി -d ടെസ്റ്റ് ഡോട്ട് ജാവ, ഇതും കമ്പൈൽ ചെയ്തു. കമ്പൈൽ ചെയ്ത് സക്സസ്ഫുൾ കമ്പൈലേഷൻ ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്ലാസ് ഫയലും ആ സെയിം ഫോൾഡറിനകത്ത് വന്നിട്ടുണ്ട്. ഇനി ആ പ്രോഗ്രാം റൺ ചെയ്യണം. സോ റൺ ചെയ്യാൻ ജാവ, നമുക്ക് ടെസ്റ്റ് എന്നുള്ള പ്രോഗ്രാമാണ് റൺ ചെയ്യേണ്ടത്. സോ ആ പാക്കേജിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, പ്രൈം പാക്കേജ്, അതിനകത്തുള്ള ടെസ്റ്റ് എന്നുള്ള ക്ലാസ് ആണ് റൺ ചെയ്യേണ്ടത്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പ്രൈം എന്നുള്ള ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്, കാരണം 29 എന്നുള്ളത് പ്രൈം ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ സാധാരണ പ്രോഗ്രാം റൺ ചെയ്യൽ എങ്ങനെയാണ്, ജാവ ദെൻ ക്ലാസ് നെയിം മാത്രമേ പറഞ്ഞു കൊടുക്കാറുള്ളൂ. ഇവിടെ ഈ ക്ലാസ് കിടക്കുന്നത് ഈ ഒരു പാക്കേജിനകത്താണ്. സോ ആ പാക്കേജ് നെയിം ഡോട്ട് ക്ലാസ് നെയിം, ഇങ്ങനെയാണ് ഒരു പാക്കേജ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യാം. അപ്പോൾ തൽക്കാലം നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക്